വൈദ്യുതി മന്ത്രി പറയട്ടെ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 4 മുതൽ 5.5 രൂപ വരെയുള്ള നിരക്കിൽ വൈദ്യുതി നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തുകൊണ്ട് നിങ്ങൾ പുരോഗമിപ്പിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കോടികളുടെ ബാധ്യത അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വൻ അഴിമതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു ദീർഘകാല കരാർ ഒപ്പിടുകയുണ്ടായി. ആ ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കേരളത്തിന് 4 സ്വകാര്യ കമ്പനികൾ നൽകുമായിരുന്നു. 2042 വരെ യൂണിറ്റ് ഒന്നിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ആരാണ് ഒഴിവാക്കിയത്? ഞാൻ ഇന്ന് ഓർക്കുന്നു, 2023 ഈ ഓർഡർ, ഈ ദീർഘകാല കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ആ കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അഴിമതി ആരോപിച്ച കൃഷ്ണൻകുട്ടി മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ലോങ് ടൈം എഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി വാങ്ങിയില്ലേ? നിങ്ങൾ ആ 8 വർഷക്കാലവും അഴിമതി കണ്ടില്ലേ? 2023 നിങ്ങൾ ഈ ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് അദാനിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എന്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അദാനിക്ക് ഏപ്രിൽ 2024 ആദ്യം കൊടുക്കുന്നത് 150 മെഗാവാട്ട് 8 രൂപ 69 പൈസ. ഏപ്രിൽ തന്നെ വീണ്ടും 50 മെഗാവാട്ട് 10 രൂപ 25 പൈസ. വീണ്ടും ഏപ്രിൽ 50 മെഗാവാട്ട് 14 രൂപ 3 പൈസ പെർ യൂണിറ്റ്. ആർക്ക് വേണ്ടിയാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയത്? ജിൻഡാൽ 4 രൂപ 29 പൈസയ്ക്ക് ലോങ് ടൈം എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകിയിരുന്ന ജിൻഡാൽ 9 രൂപയ്ക്കും 10 രൂപയ്ക്കും കേരളത്തിൽ ഈ ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തപ്പോൾ വിതരണം ചെയ്യുകയാണ്. എന്ത് വിചിത്രമായ കാര്യമാണ്! അപ്പോൾ ഇതിനകത്ത് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം പ്രതികളാണ്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ 16 പൈസ ഇപ്പോഴും, ജനുവരിയിൽ 12 പൈസ വീണ്ടും കൂട്ടാനുള്ള ഈ ഇരുട്ടടി അടിച്ചത് ജിൻഡാലിനും അദാനിക്കും സ്വകാര്യ കമ്പനികൾക്കും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ 4 രൂപയ്ക്കും 5 രൂപയ്ക്കും തരാൻ തയ്യാറാണെങ്കിൽ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 5 രൂപയ്ക്ക് തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? എന്തുകൊണ്ട് അവരുമായി എഗ്രിമെന്റ് ഒപ്പിടുന്നില്ല? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ കമ്പനികളെ സഹായിക്കാനും അതുവഴി വൻതോതിലുള്ള അഴിമതി കാണിക്കാനും വേണ്ടിയിട്ടാണ്. അദാനി നിങ്ങൾ പരിശോധിക്കണം, അദാനി ലോങ് ടൈം എഗ്രിമെന്റിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിരുന്നു. ആ ലോങ് ടൈം എഗ്രിമെന്റ് ഇപ്പോഴും റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗ് ആണ്. റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗ് ആണ്, തീരുമാനമെടുത്തില്ല. കാരണം ഈ 2023 ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്ന. അനുവാദം കൊടുത്തിട്ട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കും. അദാനിയുമായിട്ട് ലോങ് ടൈം എഗ്രിമെന്റ് എപ്പോൾ വേണമെങ്കിലും ഒപ്പിടും ഇവര്. മാത്രമല്ല, ഇവരെന്താ പറയുന്നത്? ആരാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ? മന്ത്രി ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി കമ്മീഷനാണ്. ബോർഡ് ചെയർമാനോട് ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി. ആരാണ്? MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൽസൺ CPMന്റെ വളരെ അടുത്ത സഹയാത്രികനാണ്.
CPM ഓഫീസ് സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് റെഗുലേറ്ററി കമ്മീഷനിലെ അംഗമാണ്. TK ജോസിനെ നമുക്ക് വിടാം, അദ്ദേഹം IAS ഉദ്യോഗസ്ഥനാണ്. ഈ പ്രദീപിന്റെ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തെ എഗ്രിമെന്റ് തയ്യാറാക്കിയ വ്യക്തി ഈ പ്രദീപാണ്. ആ പ്രദീപ് കമ്മീഷൻ അംഗമായപ്പോൾ അദ്ദേഹം ഈ കരാർ റദ്ദാക്കാൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കരാർ എഴുതിയ ആൾ തന്നെ കരാർ റദ്ദാക്കാൻ പറയുകയാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി? സ്വകാര്യ കമ്പനികളെ, അദാനിയെ സഹായിക്കാനും ജിന്ദാലിനെ സഹായിക്കാനുമല്ലേ? മാത്രമല്ല 10 രൂപ 25 പൈസ മുതൽ 14 രൂപ മുതൽ 3 പൈസ വരെ അദാനിക്ക് കൊടുക്കാനുള്ള ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയത് ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം വളരെ വില കുറച്ച് തരും, അതുകൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പറയുന്ന മന്ത്രി പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ബോർഡ് എടുക്കുന്ന തീരുമാനം എന്നെ അറിയണമെന്നില്ല. പിന്നെന്തിനാണ് ഈ മന്ത്രി? ബോർഡ് ചെയർമാനെ നിയമിക്കുന്ന ആരാ? ഗവൺമെന്റ് അല്ലേ, മന്ത്രിയല്ലേ? ബോർഡ് എടുക്കുന്ന തീരുമാനം മന്ത്രി അറിയണം, റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം മന്ത്രി അറിയണം, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അന്തിമ തീരുമാനം എടുക്കുന്ന മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് ശേഷമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഗവൺമെന്റ് അറിഞ്ഞില്ലേ? അപ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് 2042 വരെ കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി അദാനിക്കും ജിന്ദാലിനും ഉൾപ്പെടെയുള്ള സ്വകാര്യ വൈദ്യുതി കമ്പനികൾക്ക് സഹായിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, 1 പൈസ വർദ്ധിപ്പിച്ചാൽ 13,000 കോടി രൂപ വരെ ലാഭം ഉണ്ടാവും. 1 പൈസ വർദ്ധിപ്പിച്ചാൽ. കാരണം എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്? ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഈ കമ്മീഷൻ പ്രൊസീജിയറൽ ഇറർ ഉണ്ടെന്ന് പറഞ്ഞാണ് പിൻവലിക്കുന്നത്, ഇത് റദ്ദാക്കുന്നത്. എന്ത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യമല്ലേ വലുതിവിടെ? 2042 വരെ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് പ്രൊസീജിയർ ഇറഗുലാരിറ്റിയുടെ പേരിലാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കൊള്ളയടിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി സ്വകാര്യ അദാനിമാരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഏർപ്പാട് ഇതിന്റെ പിന്നിൽ പവർ ബ്രോക്കർമാരുണ്ട്, വലിയ പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ ഇടനാഴികളിലുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ മന്ത്രി, അതാണ് ഞാൻ മന്ത്രിയെ പരസ്യ സംവാദത്തിന് വിളിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മന്ത്രി കൃഷ്ണൻകുട്ടി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ?